നമസ്കാരം. ലാൽസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ധാരാളം തൊഴിലവസരങ്ങളാണ് ഇപ്പോൾ അയർലൻഡിലുള്ളത്. സ്കിൽഡ് ജോബുകളും അൺസ്കിൽഡ് ജോബുകളുമായി ധാരാളം ഓപ്പർച്യൂണിറ്റികളാണ് ഇപ്പോൾ നിലവിൽ അയർലൻഡിലുള്ളത്. മാത്രമല്ല ധാരാളം വിസ സ്പോൺസർഷിപ്പ് ജോലികളും നിലവിലുണ്ട്. ഏതൊക്കെയാണ് ഷോർട്ടേജ് ഓക്കുപ്പേഷനിൽ ഉള്ള ജോലികളെന്നും ഏതൊക്കെയാണ് സ്കിൽഡ് ജോലികളെന്നും വർക്ക് പെർമിറ്റ് പുതുതായി വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും എങ്ങനെ നമുക്ക് ഈ ജോലികൾ കണ്ടുപിടിക്കാമെന്നും നമുക്കൊന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകും മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അയർലൻഡിലെ തൊഴിൽ മേഖലകളിൽ സ്കിൽഡ് ലേബേഴ്സിനെ അയർലൻഡിൽ കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതി ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതിനായിട്ട് ഒരുപാട് റിക്രൂട്ട്മെൻറ്റുകൾ അവർ നടത്തുന്നു. പൊതുവെ അയർലൻഡിലെ 1/3 കമ്പനികളും അവർക്ക് ആവശ്യമുള്ള സ്കിൽഡ് ലേബേഴ്സിനെ കണ്ടെത്താൻ പെടാപ്പാട് വിടുകയാണ്. ഇനി നമുക്ക് ഷോർട്ടേജ് ഓക്കുപ്പേഷനിലുള്ള ജോബ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഷോർട്ടേജ് ഓക്കുപ്പേഷൻ ലിസ്റ്റിൽ സാധാരണഗതിയിൽ ക്രിട്ടിക്കൽ സ്കില്ലും അതുപോലെ തന്നെ ജനറൽ വർക്ക് പെർമിറ്റിലുള്ള അൺസ്കിൽഡ് ജോലികളും വരുന്നുണ്ട്. പ്രധാനമായും മാനുഫാക്ചറിങ്, എൻ്റർടൈൻമെൻറ്റ്, ഹോട്ടൽസ്, കാറ്ററിംഗ്, ഹെൽത്ത് കെയർ, ഹോസ്പിറ്റാലിറ്റി ആൻഡ് കൺസ്ട്രക്ഷൻ ഫീൽഡ്, ഈ മേഖലകളിലൊക്കെ തന്നെ ധാരാളം ജോലികൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ സ്കിൽ ഓക്കുപ്പേഷൻ ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരം ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ പ്രധാനമായും പ്രൊഡക്ഷൻ മാനേജേഴ്സ്, ഡയറക്ടേഴ്സ്, ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ധാരാളം വേക്കൻസികൾ ഉണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് സോഷ്യൽ സർവീസിൽ മാനേജേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ്, അഗ്രികൾച്ചർ റിലേറ്റഡ് സർവീസ്, മറ്റൊന്ന് നാച്ചുറൽ ആൻഡ് സോഷ്യൽ സയൻസ് പ്രൊഫഷണൽ, കൂടാതെ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽസിനെയും ആവശ്യമായി വരുന്നുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ്, അതിൽ തന്നെ കുറേ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. കെമിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ ആവശ്യവുമുണ്ട്. IT ഡിപ്പാർട്ട്മെൻറ്റിൽ വിവിധ തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റികളാണ് ഉള്ളത്. അതുപോലെ തന്നെ മെഡിക്കൽ പ്രൊഫഷണൽസിനെ ആവശ്യമുണ്ട്. ക്രിട്ടിക്കൽ സ്കിൽ ഓക്കുപ്പേഷൻ ലിസ്റ്റ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരുപാട് വേക്കൻസികൾ അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് ജനറൽ വർക്ക് പെർമിറ്റിൽ വരുന്ന അൺസ്കിൽഡ് ജോലികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ധാരാളം ഹോട്ടൽ ജോലികൾ വരുന്നുണ്ട്. ഷെഫ് മുതൽ ക്ലീനിങ് ജോലി വരെ ഇതിനകത്ത് വരും. മെയിൻ്റനൻസ് ജോലികൾ ധാരാളമായുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ എനർജിയുമായി ബന്ധപ്പെട്ട ധാരാളം ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ വേക്കൻസികളും ഉണ്ട്. അത് സോളാർ എനർജിയുമായി ബന്ധപ്പെട്ട ധാരാളം ജോലികൾ ഇപ്പോൾ നിലവിൽ അയർലൻഡിലുണ്ട്. പ്രധാനമായും അതിൻ്റെ ഇൻസ്റ്റാളേഷനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിന് ലാംഗ്വേജ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം എന്നുമുണ്ട്. അടുത്തത് പുതിയ വർക്ക് പെർമിറ്റ് ചേഞ്ചസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 2 മുതൽ പുതിയ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റ് നിയമം പ്രാബല്യത്തിൽ വന്നു. എംപ്ലോയ്മെൻറ്റ് പെർമിറ്റ് കൂടുതൽ തൊഴിലാളികളിലേക്ക് എത്തിക്കാൻ രൂപകൽപ്പന ചെയ്ത എംപ്ലോയ്മെൻറ്റ് പെർമിറ്റുകളിലെ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വന്നു. ഈ മാറ്റങ്ങളൊക്കെ തന്നെ ജീവനക്കാരുടെ അവകാശങ്ങൾ ഊട്ടിയുറപ്പിക്കാനും എംപ്ലോയർക്കും അതുപോലെ തന്നെ തൊഴിലാളികൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുമെന്ന് എൻ്റർപ്രൈസസ് ട്രേഡ് എംപ്ലോയ്മെൻറ്റ് മന്ത്രി പീറ്റർ ബർക്ക് പറഞ്ഞു. പുതിയ നിയമങ്ങൾ പ്രകാരം പെർമിറ്റ് ഉടമകളിൽ ചില വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് 9 മാസത്തിന് ശേഷം നിലവിലുള്ള തൊഴിലുടമയെ മാറ്റി പുതിയ തൊഴിലുടമയെ കണ്ടെത്താൻ കഴിയും. ഇങ്ങനെ ആർക്കെങ്കിലും 9 മാസം കഴിഞ്ഞതിന് ശേഷം എംപ്ലോയറെ മാറ്റി പുതിയ എംപ്ലോയറെ കണ്ടെത്തണമെങ്കിൽ അതിന് സഹായിക്കുന്ന ലിങ്കും അതുപോലെ തന്നെ വർക്ക് പെർമിറ്റിലെ നിയമങ്ങളും മറ്റും അടങ്ങുന്ന ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വായിച്ച് നോക്കി എന്നിട്ട് ഉചിതമായ തീരുമാനമെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫാം റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾ കൂടാതെ ഫ്രൂട്ട് പിക്കിംഗ് പോലെയുള്ള സീസണലായിട്ടുള്ള ജോലികൾക്ക് ആളുകളെ എത്തിക്കുന്നതിനു വേണ്ടി സീസണൽ വർക്ക് പെർമിറ്റ് കൂടി അവതരിപ്പിക്കാനുള്ള ആലോചനയിലാണ്. മാത്രമല്ല വർക്ക് പെർമിറ്റ് സംവിധാനത്തിലേക്ക് സബ് കോൺട്രാക്ടർമാർക്ക് പ്രവേശനം നൽകാനുള്ള തീരുമാനം ആയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മാത്രമല്ല ഇങ്ങനെ ഇവിടെ എത്തുന്ന പെർമിറ്റ് ഉടമകൾക്ക് തൊഴിൽ പരിശീലനവും താമസ സൗകര്യത്തിന് വേണ്ടുന്ന പിന്തുണയും അതുപോലെയുള്ള അധിക വ്യവസ്ഥകളും
ആവശ്യമാണ്. മാത്രമല്ല ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അവർക്ക് ഒരു സ്ഥാനക്കയറ്റം ലഭിക്കണമെങ്കിൽ അതിന് പുതിയ പെർമിറ്റ് എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതും ഒരു നേട്ടം തന്നെയാണ്. കൂടാതെ പുതിയ നിയന്ത്രണങ്ങൾ 2 പ്രധാന റോളുകൾക്കുള്ള തൊഴിൽ പെർമിറ്റ് ക്വാട്ടകളും വിപുലീകരിക്കുന്നു. അത് ഹോം കെയർ മേഖലയ്ക്ക് 500 അധിക പെർമിറ്റുകളുടെ ക്വാട്ടയും അതുപോലെ തന്നെ ESBയിലേക്ക് അതായത് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് 250 പെർമിറ്റുകളുടെ കൂടുതൽ ക്വാട്ട കൂടി അനുവദിക്കാനും തീരുമാനമായിട്ടുണ്ട്. അതായത് നിലവിലുള്ള പെർമിറ്റുകളുടെ എണ്ണം നിലനിർത്തിക്കൊണ്ട് തന്നെ എക്സ്ട്രാ ആയിട്ടാണ് ഈ പുതിയ ക്വാട്ട അധികമായി നൽകുന്നത്. മാത്രമല്ല ഇവരുടെ അതായത് തൊഴിൽ പെർമിറ്റ് ഉടമകളുടെ പങ്കാളിക്ക് തൊഴിലവകാശങ്ങൾ നൽകാൻ അയർലൻഡിൽ ജോലി ചെയ്യുന്നതിനും താമസിക്കുന്നതിനും ഒരൊറ്റ പെർമിറ്റിൽ തന്നെ അനുമതി നൽകാനുള്ള തീരുമാനം, അതുപോലെ തന്നെ അയർലൻഡിലേക്ക് കൂടുതൽ അന്താരാഷ്ട്ര പ്രതിഭകളെ ആകർഷിക്കേണ്ടതുണ്ട് എന്ന് ബിസിനസ് എംപ്ലോയ്മെൻറ്റ് റീറ്റെയിൽ വകുപ്പ് സഹമന്ത്രി എമർ ഹിഗിൻസ് പറഞ്ഞു. അങ്ങനെ ഈ വർക്ക് പെർമിറ്റിൻ്റെ ചേഞ്ചസ്, പുതിയ നിയമനിർമ്മാണം ഒരു പരിധിവരെ അയർലൻഡിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന തൊഴിലാളികൾക്ക് ഉപകാരപ്രദം ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എങ്ങനെ അയർലൻഡിൽ ഒരു ജോലി കണ്ടുപിടിക്കാമെന്ന് നോക്കാം. നേരത്തെ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ വളരെ വിശദീകരിച്ച് തന്നെ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ വീഡിയോയിലും ഞാനത് ആവർത്തിക്കുന്നു. അയർലൻഡിലെ ജോബ് സെർച്ചിങ് വെബ്സൈറ്റുകൾ ഒക്കെ തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുമുണ്ട്. ജോബ് സെർച്ച് ചെയ്യുമ്പോൾ ഉറപ്പായും നിങ്ങൾ നോക്കേണ്ടുന്നത് വിസ സ്പോൺസർഷിപ്പ് ജോബ്സ് എന്ന പ്രത്യേകം സെർച്ച് ചെയ്തു നോക്കുക. ഇപ്പോൾ വർക്ക് പെർമിറ്റിനെ കുറിച്ചും മറ്റുമുള്ള കാര്യങ്ങളൊക്കെ എല്ലാ എംപ്ലോയർമാർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ലേബർ മാർക്കറ്റ് നീഡ് ടെസ്റ്റ്, കൂടാതെ 50-50 റോൾ ഇൻ അയർലൻഡ്, അതായത് 50% തൊഴിലാളികൾ ഏതൊരു സ്ഥാപനത്തിലും ഐറിഷ് അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ടവരോ ആയിരിക്കണം. അതിനുശേഷമുള്ളവരെ മാത്രമേ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള അതായത് നോൺ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുകയുള്ളൂ. ഇക്കാര്യങ്ങളൊക്കെ ഓർത്തു വച്ചേക്കുക. ആദ്യം നിങ്ങൾക്ക് വേണ്ടുന്നത് ഒരു ജോബ് ഓഫർ ലെറ്ററാണ്. ആ ജോബ് ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് നിങ്ങൾക്ക് വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ കഴിയും. അങ്ങനെ വർക്ക് പെർമിറ്റും കിട്ടിക്കഴിഞ്ഞാൽ ആവശ്യമായ എല്ലാ ഡോക്യുമെൻറ്റുകളും ചേർത്ത് വെച്ച് നിങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനും കഴിയും. വിസയ്ക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം, അതിന് വേണ്ടുന്ന ഡോക്യുമെൻറ്റേഷനുകൾ എന്തൊക്കെയാണ്, PCC എവിടുന്നൊക്കെ വേണം, ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരത്തെയും വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ. അയർലൻഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും എത്രയും പെട്ടെന്ന് അയർലൻഡിൽ നല്ലൊരു ജോലി കണ്ടുപിടിച്ച് അവർ കുടുംബമായി ഇങ്ങോട്ടേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.